ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 88-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മീഖായേൽ യുദ്ധവീരനായ ദൂതൻ എന്ന് നാം പഠിച്ചു. ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന ദൂതന്മാരിൽ ഏറ്റവും പ്രധാനിയാണെന്നുള്ള കാര്യം. അങ്ങനെ ദൂതഗണത്തെ നമുക്ക് രണ്ടായിട്ട് ചിന്തിക്കാം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ബൈബിൾ വായിച്ചു തീർക്കുവാൻ ഒരു വഴിയുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ വർഷം കഴിയും തോറും അത്രയും വർഷം ബൈബിള് പൂർണ്ണമായി വായിക്കാൻ സാധിക്കുന്നു. ഒരു ദിവസം 2.5 പേജ് വെച്ച് നിങ്ങൾ വായിച്ചു നോക്കുക. 2.5 പേജ്, വെറും 10 മിനിറ്റ് കൊണ്ട് 2.5 പേജ് വായിക്കാൻ സാധിക്കും. അങ്ങനെ വായിക്കുമ്പോൾ 1189 അധ്യായങ്ങൾ ഒരു വർഷം കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കും. ദൈവം അനുവദിച്ചാൽ ഈ ഡിസംബർ മാസം 1-ാം തീയതി ആ കാര്യത്തില് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക എന്ന് ആദ്യമായിട്ട് ഓർപ്പിച്ചുകൊള്ളുന്നു. ദൂതന്മാർ എത്ര കോടി ഉണ്ടെന്ന് പറയാൻ ആർക്കും പറ്റിയേല, അത്ര മാത്രമുണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ ജനസംഖ്യ 850 കോടിയിൽ അധികമാണെന്ന് പറയുന്നു. ആ കണക്ക് ചിലപ്പം അതിനേക്കാൾ കൂടുതലായിരിക്കാം. എന്നാൽ 1-2 ചെറിയ കണക്കുകൾ ദൂതന്മാരെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവ് ന്യായാസനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ദാനിയേൽ പ്രവചനം 7:10 വായിക്കുമ്പോൾ 1000 പേർ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പിൽ നിന്നു. 1000 × 1000 എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 10,000 എന്ന് പറഞ്ഞാൽ 10 കോടി. എന്തൊരു വലിയ ദൂത സഞ്ചയമാണ് അവിടെ കാണുന്നത്. 68-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം, അവിടെ ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കോടി × കോടി എന്ന് പറഞ്ഞ ഒന്ന് ഗുണിച്ചാലേ 100 ലക്ഷം കോടി അത്രയും അവിടെ രഥങ്ങളുണ്ടെന്ന്. ഈ രഥങ്ങൾ ഓടിക്കുവാൻ അഗ്നി അശ്വങ്ങളുണ്ടെന്ന്. അതിൽ ദൂതന്മാരുണ്ടെന്ന്. എത്ര കോടി ദൂതന്മാരുണ്ടെന്ന് പറയാൻ പറ്റിയേല. നമ്മളെ വിളിച്ചു വേർതിരിച്ച ആ ദൈവത്തിന്റെ ദൂതഗണങ്ങളുടെ സാന്നിധ്യവും ആ മഹാദൈവം ചെറിയവരായിരിക്കുന്ന നമ്മളെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. മാനവകുലത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. ഈ മഹാദൈവം നമ്മളെ രക്ഷിച്ചു. അതിനപ്പുറമായി ഒന്നുമില്ല. പുതിയ നിയമം വായിക്കുമ്പോൾ വലിയ സംഭവങ്ങൾ 1-2 ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസ് 1:12 സക്രിയാവിന്റെ ശുശ്രൂഷയുടെ അവസാന ദിവസം വന്നു. തനിക്കിനിയും ദൈവാലയത്തിൽ ഒരു ശുശ്രൂഷയില്ല.
ഗബ്രിയേൽ ദൂതൻ തന്റെ അടുക്കൽ വന്ന് യോഹന്നാന്റെ ജനന വാർത്ത പറഞ്ഞു. അതൊരു പുതിയ നിയമത്തിലെ വലിയൊരു സംഭവമാണ്. എന്നാൽ സക്കറിയാവിന് വിശ്വാസം വന്നില്ല. സംശയിച്ചതുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ തനിക്ക് സംസാരിപ്പാൻ കഴിയാതെ പോയി. യോഹന്നാൻ ജനിക്കുന്ന ആ സമയം വരെയും. ലൂക്കോസ് 1-ാം അധ്യായം 28 വായിക്കുമ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീ, ഒരു ഭക്തയായ സ്ത്രീ, ന്യായപ്രമാണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതിരിക്കുന്ന വേളയിൽ അവിടെ പറയുന്ന 6-ാം മാസത്തിൽ ഗബ്രിയേൽ ഇതാ മറിയയുടെ വീട്ടിൽ വന്നു. എന്തൊരു അത്ഭുതമാണ്! അവിടെ പറയുന്നൊരു കാര്യമാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്താണ്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ച കൃപയുടെ പേരാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ദൂതൻ പറയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സക്രിയമാണെങ്കിൽ പുരോഹിതൻ, ന്യായപ്രമാണം അറിയാം, പഴയകാലത്തെ അത്ഭുതങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ മറിയയ്ക്ക് ഒന്നും അറിയേല. മറിയയുടെ ഉത്തരം ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ രണ്ട് സ്ഥലത്തും ദൂതറിയിക്കുന്ന ദൂതന്മാരുടെ ശ്രേഷ്ഠനായ ഗബ്രിയേൽ വന്ന് ഈ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ദൈവം തമ്പുരാൻ അയച്ചതാണ് ഈ ഗബ്രിയേൽ ദൂതനെ. അബ്രഹാമിനോട് ദൂതൻ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. മോശയോട് മുൾപ്പടർപ്പിച്ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരുത്തന്റെ ഫോണിൽ ദൈവം സംസാരിച്ച് റെക്കോർഡ് ചെയ്തു. നാം എല്ലാവരും അതിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ റെക്കോർഡ് ചെയ്തത് അതും തൻ്റെ മുറിയിൽ ചെന്നു. ദൂതനൊന്നുമല്ല ചെന്ന, ദൈവമാ ചെന്നാ പറയുന്നത്. എന്നിട്ട് ദൈവത്തിന് ശബ്ദം ജനകോടികളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മഹാപാപമാണ്. ദൈവത്തിനു മുമ്പിൽ കാണിച്ച ഏറ്റവും വലിയ പാപം, ജനത്തിനു മുമ്പിൽ കാണിച്ച ഏറ്റവും മഹാപാപം. ഈ മഹാപാപത്തിന് ക്ഷമയെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകുകയില്ല ബൈബിൾ പഠിക്കുന്നവർക്ക്. സഹോദരങ്ങളെ, അന്ത്യകാലത്തെ ഇതിലും വലിയ വ്യാജ പ്രവർത്തനങ്ങള്, വ്യാജ അത്ഭുതങ്ങളെ നമുക്ക് കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളുക, ബൈബിളിന്റെ പുറത്തെ ഒരു അത്ഭുതം നമ്മൾ പ്രതീക്ഷിക്കണ്ട, ബൈബിളിനകത്തുള്ളത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. മർക്കോസ് 13:33 പറയുന്നത്, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ, നമ്മുടെ കർത്താവേ വരാറായി. ഞാനെന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.